നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയം പൊതുസമൂഹം ആശങ്കയോടെ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങളുടെ ആശങ്ക നേരിട്ട് കണ്ട് അധികാരികളെ അറിയിക്കുകയാണ് ന്യൂസ് 18 കേരളം. മുല്ലപ്പെരിയാറിനെ ഓർത്ത് പേടിയോടെ കഴിയുന്നവരുടെ പ്രതികരണം തമിഴ്നാടിന് വെള്ളം കൊടുക്കേണ്ട എന്നല്ല, വെള്ളം കൊടുക്കുന്നതിനൊപ്പം കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ്. പകരം നിർദ്ദേശങ്ങളായ പുതിയ ഡാം, ടണലുണ്ടാക്കി ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കുക എന്നിവ തമിഴ്നാടുമായി ചർച്ച ചെയ്യാതെ നടക്കില്ല എന്നുറപ്പാണ്. ആശങ്കയിലുള്ള ജനങ്ങൾ ചോദിക്കുന്നതും ഇതുതന്നെ. തമിഴ്നാടുമായി ചർച്ചയ്ക്ക് തടസ്സമെന്താണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ മിക്ക ജില്ലകളെയും അത് ദോഷകരമായി ബാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടാകാൻ സാധ്യതയുള്ള ജില്ലയായ കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം തത്സമയം ചേരുകയാണ്. ഒപ്പം ശ്രീ സതീഷ് ഗോപി, അദ്ദേഹം ദുരന്ത നിവാരണ വിദഗ്ധനാണ്, അദ്ദേഹം ചേരുന്നുണ്ട്. ഒപ്പം ചപ്പാത്തിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഒഴുക്കി വിടുമ്പോൾ, ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കി വിടുമ്പോൾ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ചപ്പാത്തും ഉപ്പുതറയും മറ്റും. അവിടെ ഇന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രക്ഷോഭത്തിന് തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ സമരം തടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് മുല്ലപ്പെരിയാർ സമരസമിതി. അവിടെ നിന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഒരു ഭാരവാഹി ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരും. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകനായ ശ്രീ KJ ജേക്കബ്, അഡ്വക്കേറ്റ് റസൽ ജോയി എന്നിവരും തത്സമയം പ്രൈം ഡിബേറ്റിൽ ചേരും. ആദ്യം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ, അത് നേരത്തെ ഞാൻ പറഞ്ഞ ഉപ്പുതറയിലും ചപ്പാത്തിലും അതുപോലെ തന്നെ വള്ളക്കടവിലും ചെറുതോണിയിലുമൊക്കെ ജനങ്ങൾ സംഘടിച്ചിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ ആദ്യം കേൾക്കാം. ന്യൂസ് 18 ലൈവ് തോണിൽ പങ്കെടുത്തവരാണ് ഈ ജനങ്ങൾ. അവരുടെ പ്രതികരണം ആദ്യം കേൾക്കാം. കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നാണ് മനസ്സിലാക്കാത്തത്. കാരണം ഒരു 3 ലക്ഷത്തോളം വരുന്ന ഒപ്പ് ശേഖരണം നടത്തി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്പ് ശേഖരണം നടത്തി അന്നത്തെ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ജലവിഭവ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് കുറച്ചു പേര് പറഞ്ഞു ഡാം പൊട്ടും. അവർ തന്നെ ഇന്ന് പറയുന്നു ഡാം സുരക്ഷിതമാണെന്ന്. അന്ന് ഡാം പൊട്ടത്തില്ല എന്ന് പറഞ്ഞവര് ഇന്ന് പറയുന്നു ഡാം പൊട്ടും. അപ്പൊ ഇവര് നമ്മുടെ അധികാരികള് അത് രാഷ്ട്രീയമാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവരങ്ങനെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണോ എന്തിനാണ് അവര് മാറിക്കൊണ്ടിരിക്കുക ജനങ്ങൾ. അപ്പൊ ഇവിടെ പക്ഷേ ഭീതി എന്നും ഈ ജനങ്ങൾക്കുണ്ട്. ഹർജി വരെ നമ്മൾ അയച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും വലിയൊരു മനുഷ്യച്ചങ്കര വരെ നടന്നിട്ടുള്ള സ്ഥലമാണ് ചപ്പാത്ത് എന്ന് പറയുന്നത് തന്നെ. ഇനി ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് കൂടുതലായി സുപ്രീം കോടതിയിൽ ഇതിന്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യം. കാരണം കഴിഞ്ഞ ദിവസം കർണാടകത്തിലുണ്ടായ ഡാം തകർച്ച, ആ ഡാം തകർച്ചയുടെ ഭാഗമായി ഉണ്ടായ ഒരു ചർച്ച അത് ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ചൊരു ഡാമാണെന്നും കാലപ്പഴക്കം ആകുന്നതിന് മുമ്പേ തകർന്നു പോയപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഏത് സമയത്തും തകർന്നു പോകാൻ സാധ്യതയുള്ള ആ ഡാമിന് കീഴെ താമസിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായ ഒരു ഭയമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ ഡാം ഉണ്ടാക്കുക, സംസ്ഥാന സർക്കാരിന് അനുവാദം കൊടുക്കുക, വെള്ളം തമിഴ്നാടിന് കൊടുക്കുക, പുതിയ കരാർ കൊടുക്കുക, അല്ല ശാശ്വതമായ പരിഹാരം അതേ മാർഗമുള്ളൂ. പഴയ ഡാമിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒരു കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ താഴെ ഇടുക്കിയുടെ പദ്ധതി പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ വളരെ കിടന്നുറങ്ങുന്നത് തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ്. മുല്ലപ്പെരിയാറിന് ഇപ്പോഴും സർക്കാരിന് അതിന് യാതൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അത് തകരുകയെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ മീഡിയകളിലെല്ലാം വരുന്നുണ്ടല്ലോ. എന്താണ് അത് തകരുകയില്ല, ഒരിക്കലും തകരുകയില്ല. അത് കല്ല് പറക്കി വെച്ചിരിക്കുന്ന കാരണം ഒരിക്കലും തകരുകയില്ലെന്നാണ് വാദം. നമ്മളത് ഇപ്പം ഇത് കാണുകയും കേൾക്കുകയല്ലാതെ ഇപ്പൊ കണ്ടില്ലേ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായത്, വയനാട്ടിലുണ്ടായത്. അത് ഡാം കൊണ്ടല്ലല്ലോ. പക്ഷേ ഇത് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുന്നൊരു ഭാഗമാണ് വരുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ 76 തൊട്ട് ഇങ്ങോട്ട് മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ട്. അപ്പോൾ 76 തൊട്ട് ഇതുവരെ എന്തുകൊണ്ട് പൊട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പ്രകൃതി നിയമമാണ്. എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. മുല്ലപ്പെരിയാർ ഡാമിന് യഥാർത്ഥത്തിൽ ബലക്ഷയമുണ്ട്, അതിന് ചോർച്ചകളുണ്ട്, അതിൻ്റെ അടി ഫൗണ്ടേഷൻ ഇത് മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ
ഡാമിന് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ അടിയിലത്തെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുപ്പമുള്ള കല്ലുകൾ കൊണ്ടിട്ട് വലിയ കുഴി നികത്തി അതിന്റെ പുറത്ത് സുർക്കി മിശ്രിതവും കോൺക്രീറ്റ് മിശ്രിതവും ചേർത്ത് അതിനെ ഫില്ല് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഡാം പണിതിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. ആശങ്കയോടുകൂടി തന്നെയാണ് ജനങ്ങൾ കഴിയുന്നത് എന്നതിൽ സംശയമില്ല. ആ ഒരു ആശങ്കയാണ് ജനങ്ങൾ ന്യൂസ് 18 ലൈവ് തോണുമായി പങ്കുവച്ചത്. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ ഈ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് തമിഴ്നാടുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്? ഇക്കാര്യം ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അവരൊന്നും ഒരു കാര്യത്തിൽ എതിരഭിപ്രായമുള്ളവരല്ല. തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ വേണം. പണ്ട് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിരുന്ന ആ മുദ്രാവാക്യമാണ്. അതിപ്പോഴും ജനങ്ങൾ ഏറ്റെടുത്ത് തന്നെയാണ് അവരുടെ അഭിപ്രായം പറയുന്നത്. അല്ലാതെ തമിഴ്നാടിന് വെള്ളം കൊടുക്കരുതെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ ഈ വിഷയം വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ നല്ല ബന്ധമാണ്. ഇന്ത്യ മുന്നണിയിൽ അവിടുത്തെ പാർട്ടികളും ഇവിടുത്തെ പാർട്ടികളും ഒരേപോലെ തന്നെ മുന്നോട്ട് പോവുകയുമാണ്. അപ്പോൾ എന്താണ് തടസ്സം എന്നിവർ ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നൽകുവാനുള്ളത് എന്നാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഒരു ചർച്ച അടുത്തെങ്ങും തമിഴ്നാടുമായി നേരിട്ട് നടന്നിട്ടില്ല. 2021 ഡിസംബറിൽ അങ്ങനെ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, നടന്നില്ല. ഇപ്പോഴും തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കൂട്ടുവാനുള്ള തീരുമാനവുമായി തന്നെ മുന്നോട്ട് പോകുന്നു. കേരളമാകട്ടെ പുതിയ ഡാം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അതിന് തമിഴ്നാടിന്റെ അനുമതിയില്ല, കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതിയും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ സൊല്യൂഷൻ എന്നാണ്? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല എന്ന്, എന്ത് തടസ്സമാണ് അതിനുള്ളത്? ആദ്യമായി തന്നെ പറയട്ടെ, ജൂൺ മാസം കൊണ്ട് ആരംഭിക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ ഡിസംബർ മാസം 15ഓടുകൂടി അവസാനിക്കുമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് തമിഴ്നാട് സർക്കാരിനും കേരള സർക്കാരിനുമാണ്. ഇപ്പോൾ ചപ്പാത്തിൽ പ്രക്ഷോഭം ഉണ്ടായി. ഞാൻ തന്നെ ചപ്പാത്തിൽ 2011-ലും 2006-ലും ഒക്കെ, 2006 റിലേ സത്യാഗ്രഹവും വണ്ടിപ്പെരിയാറിൽ 2011 ചപ്പാത്തിൽ ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും അന്നത്തെ MLA ES ബിജിമോൾ ഉൾപ്പെടെ പുതിയ ഡാം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാരം അനുസരിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തത്തെ നേരിട്ട് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേരിട്ട് കണ്ടിട്ടുള്ള കേരള ജനതയ്ക്ക് സമാനമായ ഒരു ദുരന്തം മുന്നിൽ കാണുന്നു. മാത്രമല്ല മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആകുലതകൾ ചർച്ച ചെയ്യപ്പെടുന്നു. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു, നിലവിലത്തെ അവസ്ഥയിൽ ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല, സുരക്ഷിതമാണ്. ഈ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് മാറി മറിയാണ്. 2018 ശേഷം നമുക്കറിയാം, ഓരോ വർഷവും അത് പെട്ടിമുടിയിലാകട്ടെ, ഇപ്പോൾ ചൂരൽമലയിലാകട്ടെ, അല്ലെങ്കിൽ കൂട്ടിക്കലാകട്ടെ, ഇതൊക്കെ തലേദിവസം യാതൊരു പ്രശ്നമില്ലായിരുന്ന സ്ഥലങ്ങളാണ്. ചൂരൽമലയിൽ നിന്നും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ രേഖൻ തന്നെ തലേദിവസം ഉള്ള ഒരു റിപ്പോർട്ട് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി കാണാനിടയായി. യാതൊരു പ്രശ്നമില്ല, ഇപ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം 500 മില്ലിമീറ്റർ മഴ പെയ്യും. ഈ 500 മില്ലിമീറ്റർ മഴ ഈ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് നാളെ ഉണ്ടാകില്ല, നാളെ കഴിഞ്ഞുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനോ എന്തിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കോ കഴിയില്ല. കാരണം അത് പ്രിഡിക്റ്റബിൾ അല്ല. കാരണം ഇത് എവിടെയാണ് പെയ്യാൻ പോകുന്നത്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് അടപടല പെയ്യാണ്. ഇന്ന് വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നാളെയും മറ്റന്നാളും ഇടുക്കിയും അതുപോലെ തന്നെ പത്തനംതിട്ടയും ഓറഞ്ച് അലർട്ടാണ്. ഈ ഓറഞ്ച് അലർട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 114 മില്ലിമീറ്റർ മുതൽ 225 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മഴയും ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ചൂരൽമലയിൽ കണ്ട പോലെ സമാനമായ ഒരു മണ്ണിടിച്ചിലും ഈ വൃഷ്ടിപ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ്? ഇത് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും, എന്നെ ഈ കേൾക്കുന്ന ഓരോരുത്തരും. പക്ഷെ ഇത് ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റണം? 100% സുരക്ഷിതമാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാതെ ഏറെക്കുറെ കേരളത്തിന്റെ 1/3 പോപ്പുലേഷനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞാലേ, ചൂരൽമലയിൽ നമ്മൾ പട്ടാളത്തെ വിളിച്ചുകൊണ്ട് ബെയിലിപ്പാലം ഉണ്ടാക്കി. ഇവിടെ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബെയിലിപ്പാലം 100 കിലോമീറ്ററിൽ പണിയേണ്ടി വരും. കാരണം കേരളത്തിലെ ഒരു അറ്റവും അരയറ്റവും തമ്മിൽ മുട്ടിക്കാൻ 100 കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ ഭയപ്പെടുത്തുകയല്ല, പക്ഷേ ഈ സാഹചര്യത്തെ ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനൊരു രാഷ്ട്രീയ തീരുമാനമുണ്ടാകണം. കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ
കഴിഞ്ഞ കാലങ്ങളിൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഇതിനെ ബലപ്പെടുത്തുകയും ബലമുണ്ടെന്ന് സുപ്രീം കോടതി വിധിക്കുകയൊക്കെ ചെയ്ത നിരവധി സാഹചര്യങ്ങൾ 2014 ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം വന്നിട്ടുണ്ട്. 2022 ഒരു സ്വകാര്യ പരാതിയിന്മേലാണ് ഇതിനെക്കുറിച്ച് ഇതിന്റെ പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് വന്നത്. അതിന്റെ ഒരു എക്സിക്യൂഷന് വേണ്ടി പോലും ശ്രമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഞാൻ പറഞ്ഞത് ഈ കോടതിയുടെ പരിഗണന നിൽക്കുന്ന ഈ വിഷയത്തെ, അതും ഏറ്റവും അടുത്ത് ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അവിടുന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരികയും അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ, അവർ ഒരുമിച്ചിരുന്ന തീരാത്തതായ ഒരു പ്രശ്നമില്ല. ഒരു കാര്യം കൂടി ഷോൺ, ആ വിഷയത്തിലേക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും ആ വിഷയമാണ്. അതായത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചർച്ചയ്ക്ക് തടസ്സം എന്താണെന്ന് സുപ്രീം കോടതി 2014 ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്. ഈ പകരം സംവിധാനം എന്തൊക്കെയാണ് എന്നതിൽ ചർച്ചാ വിഷയമായ കാര്യങ്ങൾ അവിടെ വാദത്തിന് വന്നപ്പോൾ ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. എംപവേർഡ് കമ്മിറ്റിയുടെ ഈ 2 നിർദ്ദേശങ്ങൾ, അതിലൊന്ന് എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് എന്നും താഴ്ത്തി വെക്കാൻ ഉതകുന്ന രീതിയിലുള്ള ടണൽ പണിത് അതിലൂടെ വെള്ളം തമിഴ്നാടിന് കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോഴത്തെ 115 അടിയിൽ നിന്നും താഴ്ത്തി ഒരു 90 അടി വരെയെങ്കിലും താഴ്ത്തിയുള്ള ടണൽ നിർമ്മാണം, അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം കിട്ടുകയും ചെയ്യും തമിഴ്നാടിന്. അതേ സമയത്ത് തന്നെ റിസർവോയറിലെ ജലനിരപ്പ് 136 അടിയിൽ കൂടുകയും ഇല്ല, അതിനേക്കാൾ താണു തന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും. ഇതൊരു നിർദ്ദേശം. പിന്നെ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം, ഈ 2 കാര്യങ്ങളും ഈ ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ വന്നപ്പോൾ അതിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം അതിൽ തന്നെ കൃത്യമായിട്ട് 212 പാരഗ്രാഫിൽ പറയുന്നു, എനി അമിക്കബിൾ റെസൊല്യൂഷൻ ഓഫ് ദ പ്രസന്റ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ 2 സ്റ്റേറ്റ്സ് വുഡ് ഹാവ് ബീൻ റിയലി ഗുഡ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്സ്. But this has not been possible as the 2 states have sharp conflict over the subject matter and their stance is rigid, inflexible and hard. അതായത് 2 സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു സമവായം അത് നല്ലതാണ്, 2 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെയാണല്ലോ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. പക്ഷേ 2 സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് പോകുമെന്നുള്ള വിശ്വാസം അന്നേ സുപ്രീം കോടതിക്കില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി എടുത്തു പറയുന്നത് 2 സംസ്ഥാനങ്ങളുടെയും സ്റ്റാൻഡ് എന്ന് പറയുന്നത് റിജിഡും ഇൻഫ്ലെക്സിബിളും അതുപോലെ തന്നെ ഹാർഡുമാണ് എന്നുള്ള കാര്യം അത് തന്നെ ഇപ്പോഴും തുടരുകയാണല്ലോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ. പക്ഷെ താങ്കൾ പറയുന്നത് ശരിയാണ്, 2 സംസ്ഥാനങ്ങളും തമ്മിൽ സൗഹൃദത്തിന് ഒരു പ്രശ്നവുമില്ല. 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ് ഉള്ളത്. അപ്പോൾ ഒരു ടേബിളിൽ വരാൻ ആരാണ് തടസ്സമായി നിൽക്കുന്നത്? ശ്രീ ഷോൺ ജോർജ്, അതിൽ എന്ത് രാഷ്ട്രീയ തടസ്സമാണ് ഉള്ളത്? ഇന്ന് റോഷി അഗസ്റ്റിൻ തന്നെ പറയുകയാണ്, ഞങ്ങളോട് സംസാരിച്ചപ്പോൾ കേന്ദ്രവും ഇക്കാര്യത്തിൽ ഇടപെടണം, കേന്ദ്രത്തിൽ ഇടപെടാൻ കഴിയും, എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോൾ അനുകൂലമാണെന്ന്. പക്ഷേ എന്തുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല? അതിൽ ആരാണ് തടസ്സം? ഏതാണ് ആ ശക്തികൾ? പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ, ഇവിടെ എന്തെങ്കിലും നടക്കില്ല, ഇവിടെ എന്തെങ്കിലും ചെയ്യാനില്ലെങ്കിൽ ഉടനെ കേന്ദ്രം ഇടപെടണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വളരെ വളരെ സുതാര്യമായി ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയം മാത്രമല്ല, ഇതിനൊരു വൈകാരിക തലമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ വെള്ളം എത്തിയില്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഒറ്റയടിക്ക് മരിക്കുമെങ്കിൽ തമിഴ്നാട്ടിലെ 6ഓളം ജില്ലകൾ വെള്ളം കിട്ടാതെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന സാഹചര്യമാണ് മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാലുള്ളത്. അപ്പോൾ ആ 6 ജില്ലകളിൽ ഒരു പതിറ്റാണ്ടുകളായി ആ 6 ജില്ലകളുടെ രാഷ്ട്രീയത്തിലെ വലിയൊരു പങ്ക് വഹിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. ഇന്നലെ മിനിങ്ങാന്ന് വൈകിട്ട് ഇന്നിവിടെ ലോവർ പെരിയാറിൽ മിനിങ്ങാന്ന് തമിഴ്നാടിന്റെ സമരമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ജനതയെ അവരെ പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് എപ്പോഴും അവർക്കുള്ളിലെ തമിഴ് രാഷ്ട്രീയം എപ്പോഴും ഈ 6 ജില്ലകളിലെ രാഷ്ട്രീയം മുല്ലപ്പെരിയാറുമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ പലപ്പോഴും അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിയാൻ പോകുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു തുള്ളി വെള്ളം കേരളത്തിന് വേണ്ട, പുതിയ കരാറുകളുടെ പ്രശ്നമില്ല, അവിടെ മുഴുവൻ വെള്ളവും നിങ്ങൾക്ക് അർഹതപ്പെട്ട മുഴുവൻ വെള്ളവും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തമിഴ് ജനതയെ അഡ്രസ് ചെയ്തുകൂടാ? തമിഴ് ജനതയോട് പറയാം. അവർക്കത് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയത്തെ ബാധിക്കും. അത് DMK ആണെങ്കിലും AIDMK ആണെങ്കിലും ഇവിടെ മുല്ലപ്പെരിയാറിന് കീഴടങ്ങി അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഡിമാൻഡ് ഡാം പണിയാന്നുള്ളതാണ്. ആ ഡാം പണിയാന്നുള്ള ഡിമാൻഡിനെ അംഗീകരിച്ചു കൊടുത്താൽ അത് അവരുടെ രാഷ്ട്രീയത്തെ ബാധിക്കും. ഇത് പ്യുവർ രാഷ്ട്രീയമാണ്. ഇവിടെ സാധാരണക്കാരന്റെ ജീവൻ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ MK സ്റ്റാലിനെ പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പിണറായി വിജയനും കഴിയുന്നില്ല. അതിന് ഇവിടെ ബലി കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ കേരള ജനതയുടെ 1/3 ഇവിടെ ഉറക്കമില്ലാതെ കഴിയുകയാണ്. ഇപ്പോൾ മറ്റൊരു പ്രപ്പോസൽ പറഞ്ഞു ഇവിടുന്ന് വെള്ളം കൊണ്ടുപോവുക. പക്ഷേ ആ വെള്ളം കൊണ്ടുപോകുന്നതിന് പ്രായോഗികമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മറ്റൊരു അണക്കെട്ടിൽ അത് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മറ്റൊരു അണക്കെട്ട്
തമിഴ്നാട്ടിന്റെ ഏതെങ്കിലും വൃഷ്ടിപ്രദേശത്ത് പണിയേണ്ടതായിട്ട് വരും. അതൊക്കെ ഈ പല പല ഇഷ്യൂസ്, ഇപ്പം പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട വിവിധ ഇഷ്യൂ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാകണം. തമിഴ് ജനതയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഡ്രസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സമരം നടക്കുന്നു. ഇപ്പൊ എറണാകുളത്ത് പോലും ആളുകൾക്ക് പേടിയാണ്, ഇവിടെ ചാലക്കുടിയിൽ ആളുകൾക്ക് പേടിയാണ്. ശരിയാണ്, എല്ലായിടത്തും ജനങ്ങൾ ആശങ്കയിലാണ്. പക്ഷേ ഇത് രണ്ട് സ്റ്റേറ്റുകളും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെയും ജനതയെ പിണക്കിക്കൊണ്ട് ഒരു സറണ്ടർ ചെയ്തു എന്നൊരു തീരുമാനത്തിലേക്ക് വരുവാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫീലിംഗ് തമിഴ്നാട്ടിലും ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതാണല്ലോ അവിടുത്തെ DMK-യെയും അലട്ടുന്നത്, ഇങ്ങനെ ഒരു ടേബിളിന് മുന്നിലേക്ക് വരുന്നതിന് വേണ്ടി. ഏറ്റവും ഒടുവിൽ 2021 ആ ചർച്ച നടന്നില്ല. അത് മാത്രമല്ല ബേബി ഡാമിന്റെ ചുറ്റിനുമുള്ള മരങ്ങൾ മുറിക്കണം എന്നുള്ള പ്രപ്പോസലുമായിട്ട് തുടർച്ചയായിട്ട് കേരളത്തിന്റെ മുന്നിലേക്ക് തമിഴ്നാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബേബി ഡാം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണല്ലോ. അത് ഉദ്ദേശിക്കുന്നത് 152 അടിയിലേക്കെങ്കിലും ജലനിരപ്പ് കൂട്ടുന്നതിന് വേണ്ടിയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റസൽ ജോയ്, താങ്കൾക്ക് അനുകൂലമായിട്ട് ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ 2018 അല്ലേ, അതായത് 2014 ഉത്തരവിന് ശേഷം. പക്ഷേ അതും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉതകുന്നതാണോ? നിയമവഴിയിൽ നോക്കുകയാണെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നാണെങ്കിലും അങ്ങനെ ഒരു സൊല്യൂഷന്റെ ടേബിളിലേക്ക് വരുവാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ആ വിധിയിലെങ്കിലും ഉണ്ടോ? അന്ന് ഇന്റർനാഷണൽ എക്സ്പേർട്സ് വന്ന് ഡാം പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്നത്തെ ജഡ്ജ് ശ്രീ ദീപക് മിശ്ര അതിനെന്താ കുഴപ്പം എന്നാണ് 3 കക്ഷികളോടും ചോദിച്ചത്. 3 കക്ഷികൾ എന്ന് വെച്ചാൽ ഒന്നാം കക്ഷി പ്രധാനമന്ത്രി, രണ്ടാം കക്ഷി കേരളം, മൂന്നാം കക്ഷി തമിഴ്നാട്. അപ്പൊ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ അന്ന് 121 വർഷം പഴക്കമുള്ളൂ, 121 വർഷം പഴക്കമുള്ള ഈ ഡാമിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. എന്തുകൊണ്ട് ഒരു പഴയ ഡാമിന് പകരം ഒരു പുതിയ ഡാം പണിതുകൂടാ? വൈ ഡിഡ് യു റൈസ് ടു ദ ഒക്കേഷൻ? എന്തുകൊണ്ട് നിങ്ങൾ സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല? ഈ 3 ചോദ്യങ്ങൾക്കും ഇരു ഗവൺമെന്റുകൾക്കും യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, പെറ്റീഷണർ പറയുന്നത് ഡാം ഇന്റർനാഷണൽ എക്സ്പേർട്സ് പരിശോധിക്കണം എന്നാണ്, അത് അനുവദിക്കാണ്, അതിന് തെറ്റെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് കേരളം പറഞ്ഞത്, എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ട്, അതിൽ പറയുന്നത് ഡാം സേഫ് ആണെന്നാണ്, അതുകൊണ്ട് വേറൊരു ഏജൻസി അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ് സുപ്രീം കോടതി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടരുത്, ഒരാളുടെ പ്രോപ്പർട്ടി പോലും നശിക്കരുത്. അതുകൊണ്ട് 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണം. കേരളം 1, കേന്ദ്ര ഗവൺമെന്റ് 1, തമിഴ്നാട് ഗവൺമെന്റ് 1. നിലവിലുള്ള ദുരന്ത നിവാരണ സമിതികൾക്ക് പുറമേ ആയിരിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും ഉറപ്പുവരുത്തണം. അതായിരുന്നു വിധി. പക്ഷെ ഞാൻ ശരിക്കും ഡീകമ്മീഷനാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോ ആ വിധി കൊണ്ട് ഞാൻ കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി വരുമ്പോ വേണ്ടാന്ന് വെക്കണ്ടെന്ന് വിചാരിച്ച് മാത്രം സമ്മതിച്ചതാണ് അന്ന്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം ആ വിധി കൊണ്ട് വരുന്നുണ്ട് ശ്രീ റസൽ ജോയ്? ഇപ്പോൾ ഡീകമ്മീഷൻ എന്ന കാര്യം നടക്കില്ല. സുപ്രീം കോടതിയിലെ 2014 വിധി തന്നെയാണ് അതിൽ ബൈൻഡിങ് ആയിട്ടുള്ളത്. പുതിയ ഡാം എന്നുള്ള പ്രപ്പോസൽ തമിഴ്നാട് എന്തായാലും അതുമായിട്ട് യോജിച്ചു പോയിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വന്നിട്ടില്ല. പിന്നെ ഈ ടണൽ എന്നുള്ള പ്രപ്പോസൽ അത് 2014 വിധിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 2 സ്റ്റേറ്റുകളും തമ്മിലുള്ള ചർച്ച വേണം ഇക്കാര്യത്തിൽ. അതിലൊരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വരട്ടെ. അത് മാത്രമല്ല ഈ ടണൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണം തമിഴ്നാട് നടത്തണം. അത് മാത്രമല്ല അതിന്റെ എക്സ്പെൻസ് എടുക്കേണ്ടി വരുന്നതും തമിഴ്നാടാണല്ലോ. ഈ ടണലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുതിയ ഡാം ആണെങ്കിൽ അത് കേരളത്തിന്റെ എക്സ്പെൻസിലാണ് നടക്കേണ്ടതും. പക്ഷേ ഇതിലേക്കൊന്നും ഈ 2014 ശേഷം ഇതിലേക്കൊന്നും ഒരു ചർച്ച പോലും പോയിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് അനുകൂലമായി കിട്ടിയ വിധി കൊണ്ട് എന്ത് പ്രയോജനം ഈ വിഷയത്തിൽ ഉണ്ടാകും? അല്ലെങ്കിൽ ആ പ്രയോജനം ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു ദുരന്ത നിവാരണ സമിതി ആ ഉത്തരവിന്റെ ബലത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെന്റും ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രാവശ്യം ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ദുരന്തമുണ്ടായപ്പോൾ ആ സമിതിയുടെ സേവനം മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി അത് ആവശ്യപ്പെട്ടില്ല. പിന്നെ ടണലിന്റെ വിഷയമാണ് താങ്കൾ പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പോയിന്റ്. അത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സുപ്രീം കോടതി വിധിച്ചു എന്നാണ് ടണൽ നിർമ്മിക്കാൻ വേണ്ടി. സത്യത്തില് ഈ വിധിന്യായത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഡിക്റ്റ ആണ് ശരിക്കും പറഞ്ഞ വിധി. പിന്നെ ഓബിറ്റർ ഡിക്റ്റ എന്ന് വെച്ചാൽ ഒരു
വിധിയിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു സുപ്രീം കോടതി ഒരു വിശകലനം ചെയ്യും. അതാണ് ഓർബിറ്റർ is not at all binding. അപ്പൊ കമ്മിറ്റി ഈ ടണൽ സിദ്ധാന്തം സുപ്രീം കോടതിയിൽ വന്നത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കും അത് ഒരിക്കലും ബൈൻഡിങ് അല്ല, അത് ഓർബിറ്റർ ഡിക്റ്റ് ആണ്. അപ്പൊ ടണലിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, അതേ ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ്. 1 വർഷം കാലാവധിയും പറഞ്ഞു, 1 വർഷത്തിനുള്ളിൽ പഠിക്കണം. 1 വർഷത്തിനുള്ളിൽ പഠിച്ച് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. അപ്പൊ ആ നിർദ്ദേശം എംപവേർഡ് കമ്മിറ്റി ശ്രമഫലമായി, എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം, അവരുടെ ശ്രമഫലമായി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ അബദ്ധവശാൽ വന്ന ഒരു സംഭവമാണ് ഈ ടണൽ. ടണൽ എന്ന് പറയുന്നിടത്തോളം അൺസയന്റിഫിക് ആയിട്ടുള്ള ഒന്നുമില്ല. അവർക്ക് എല്ലാവരും ധരിച്ചിരിക്കണ അവർക്ക് എപ്പോഴും വെള്ളം വേണമെന്നാണ്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പൊ ടണലിന്റെ കാര്യം എംപവേർഡ് കമ്മിറ്റിയാണ് സുപ്രീം കോടതിയിൽ നിർദ്ദേശമായി നൽകിയത്. അക്കാര്യം സുപ്രീം കോടതിയുടെ വിധിയിൽ 152-ാമത്തെ പേജിൽ 215-ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് അവസാനം സുപ്രീം കോടതിയുടേതായിട്ടുള്ള വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യം, അതും ഈ പറഞ്ഞതുപോലെ പുതിയ ഡാം എന്ന ആശയത്തിന് സമാനം തന്നെയാണ്. എംപവേർഡ് കമ്മിറ്റി ഹാസ് ഇറ്റ്സെൽഫ് നോട്ടഡ് ദാറ്റ് ദ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്, അതായത് ഈ ടണൽ എന്ന ആശയം ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ 2 സ്റ്റേറ്റ്സ് ബട്ട് ടു ആസ്, അതായത് സുപ്രീം കോടതിക്ക് there appears to be no possibility of mutual agreement on this aspect as well. അപ്പോൾ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ടണൽ സിദ്ധാന്തം അത് സുപ്രീം കോടതിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ 2 സംസ്ഥാനങ്ങളും തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കാം എന്നേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ഓൾട്ടർനേറ്റീവ് സജസ്റ്റഡ് ബൈ EC are worth exploring by the 2 states but having regard to the unbending stance adopted by them. അതായത് റിജിഡ് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ അല്ലാത്ത നിലപാട്, ഇതുകൊണ്ട് ഈ 2 സംസ്ഥാനങ്ങളും അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് പോകുമെന്ന് സുപ്രീം കോടതി പോലും കരുതുന്നില്ല. ഹവർ ഗ്രാൻഡ് ലിബർട്ടി ടു ദ പാർട്ടീസ് ടു അപ്ലൈ ടു ദ കോർട്ട് ഇഫ് ദേ ആർ able to arrive at some amicable solution on either of the 2 alternatives suggested by the EC. അതായത് 2 ഓൾട്ടർനേറ്റീവും ഒരേപോലെ തന്നെയാണ് സുപ്രീം കോടതി കണ്ടത്, ഈ ടണലിന്റെ കാര്യവും ഈ പുതിയ ഡാമിന്റെ കാര്യവും. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളുടെയും മ്യൂച്വൽ എഗ്രിമെന്റ് വേണം. പക്ഷെ അതിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല, ഇല്ലേ? ഇതല്ലേ വാസ്തവം ശ്രീ റസൽ ജോയി? അല്ലാതെ ടണലിന് വേണ്ടി സുപ്രീം കോടതി ഇങ്ങോട്ടായിട്ടൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല, മ്യൂച്വൽ എഗ്രിമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. നാളിതുവരെ ടണൽ സിദ്ധാന്തത്തെ കുറിച്ച് പഠിച്ചുള്ള റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പഠിക്കാനുള്ള ഒരു കാലാവധി നിശ്ചയിച്ചത് 1 വർഷമാണ്. ആ 1 വർഷത്തിനുള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതോടുകൂടി ആ ജഡ്ജ്മെന്റിലുള്ള ഓർബിറ്റർ ഡിക്റ്റ, ആ ടണൽ സിദ്ധാന്തം വാനിഷ്ഡായി, അതില്ല ഇപ്പൊ. പിന്നെ ടണൽ സിദ്ധാന്തം എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കണം. പ്രധാനമന്ത്രി ചെന്നൈയിൽ വന്നപ്പോഴാണ് എല്ലാവരും കൂടി ചർച്ചയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോഴാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ടണൽ സിദ്ധാന്തം വരുന്നത്. ടണൽ സിദ്ധാന്തം വരുന്നത് എന്തിനാണ്? അത് ഈ 999 ഇയേഴ്സിലെ കോൺട്രാക്ട് അവിടെ നിൽക്കണം. അവരേതായാലും ഒരിക്കലും ടണൽ സിദ്ധാന്തം അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു വടിയിട്ട് കൊടുത്ത് അതും കൊണ്ട് കേരളത്തിലെ ആൾക്കാർ തമ്മിൽ തല്ലിക്കൊള്ളുന്ന അവർക്ക് നന്നായി അറിയാം. എത്ര വർഷമായി? 60 വർഷമായി ഈ ചർച്ച ഇവിടെ തുടങ്ങിയിട്ട്. 1964 ഡോക്ടർ KC തോമസ് പറഞ്ഞ അന്ന് മുതൽ, ഡോക്ടർ KC തോമസ് എന്ന് വെച്ചാൽ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഡാം ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യണം, ഇത് കരാറിലാണെന്ന് പറഞ്ഞത്. അപ്പൊ 60 വർഷമായിട്ട് ഈ ഇതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ഇവിടെ നാളിതുവരെ ഭരിച്ച സർക്കാരുകൾ ഈ ചർച്ച മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ ഡാമിനെ കുറിച്ചുള്ള ചർച്ച എടുത്തിട്ടിരിക്കുന്നു. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാവുമോ? ഈ ഭൂകമ്പങ്ങൾ കൂടി വരുന്ന ഈ സമയത്ത്, പ്രകൃതി ദുരന്തങ്ങൾ ഏറി വരുന്ന സമയത്ത്, ലാൻഡ് സ്ലൈഡിങ്ങിന്റെ ഈ യുഗത്തില് ഈ ഡാം പണിയുന്ന കാലാവധി വരെ നമ്മൾ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? അതുപോലെ തന്നെ ഇനി ഏത് ഓൾട്ടർനേറ്റീവ്, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കക്കി ഡാമിൽ നിന്ന് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്കിലേക്ക് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ ഘടിപ്പിക്കാമെന്ന്. എന്താ ആരും ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത്? കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട്.
അല്ല അപ്പൊ അതിനും തമിഴ്നാടിന്റെ അംഗീകാരം വേണമല്ലോ. തമിഴ്നാട് ഇക്കാര്യത്തിൽ ഇതിനോടൊന്നും ഏത് സിദ്ധാന്തമാണ് മുന്നോട്ട് വെച്ചാലും അതിനൊന്നും തമിഴ്നാട് ഇതുവരെ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ ശ്രീ റസൽ ജോയ്. അത് മാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കൂട്ടണം എന്നുള്ള കാര്യത്തിലും തമിഴ്നാട് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അതല്ല, അതിൽ ഒരടിയെങ്കിലും മുന്നോട്ടേ പോയിട്ടുള്ളൂ. 152 വരെ എത്തിക്കണം എന്നത് തന്നെയാണ് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെയും പ്രഖ്യാപിത നിലപാട്. അതിനുവേണ്ടിയാണല്ലോ ബേബി ഡാമിന്റെ ചുറ്റുമുള്ള മരം മുറിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും തമിഴ്നാട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു തവണ അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കുവാനും തമിഴ്നാടിന് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോയുള്ള ഒരു ഉത്തരവ് എന്ന രീതിയിൽ അത് പിന്നീട് പിൻവലിക്കുകയൊക്കെ ചെയ്ത് വലിയ വിവാദമായതാണല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സതീഷ് ഗോപി, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളുടെ ആശങ്ക തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വഴി എന്താണ്? ഇപ്പോൾ ഈ ഡാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് 81 ഡാമുകളുണ്ട്. ഈ 81 ഡാമിൽ 57 എണ്ണം KSEBിയുടെ കയ്യിലുള്ള ഡാമുകളാണ്. ആ ഡാമിൽ 57 എണ്ണത്തിൽ 45 റിസർവോയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് 20 ഡാം ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലുണ്ട്. 20 ഡാമിൽ 20 റിസർവോയർ. അതേപോലെ 2 ഡാം നമ്മുടെ വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുണ്ട്. ഇത്രയും ഡാമുകൾ, 81 ഡാമുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒറ്റ ഡാമിന് എതിരെ മാത്രമേ ഇതുപോലെ ഒരു ഒരു ആശങ്ക വന്നിട്ടുള്ളൂ. ആ ആശങ്ക അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. അതൊരാശങ്ക തന്നെയാണ്. കാരണം സിവിൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ ആയുസ് പറയും. ആയുസ് കഴിയുമ്പോൾ ആ സ്ട്രക്ചറിന് ബലക്ഷയം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് നടക്കുന്നതും. അതായത് സിമൻ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമൻ്റ് ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. കുറച്ച് 10-70 വർഷം കഴിയുമ്പോൾ, 50 മുതൽ 70 വർഷം വരെ ആകുമ്പോൾ ആ സിമൻറ്റിൻ്റെ ബൈൻഡിങ് പവർ, ആ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ ബൈൻഡിങ് പവർ നശിക്കുമെന്നും ആ സ്ട്രക്ചറിന് ബലക്ഷയം സംഭവിക്കുമെന്നും പറയും. ഇതിനേക്കാളും സിമൻറ്റിനേക്കാളും എത്രയോ ബലക്കുറവുള്ള ഒരു മോട്ടറാണ് സുർക്കി മോട്ടർ. ആ സുർക്കി മോട്ടർ കൊണ്ട് പണിത ഒരു ഡാമിൽ 50 കൊല്ലം ആയുസ് പറഞ്ഞു. ശരി, 50 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 129 കൊല്ലമായി. 1885 പണിതു തുടങ്ങി, 1887 പണിതു തുടങ്ങി, 1895 പണി ഏകദേശം പൂർത്തിയായി കമ്മീഷൻ ചെയ്ത ഡാമാണിത്. അപ്പോൾ ഈ സ്ട്രക്ചർ പിന്നീട് 1924-ലെയും 1943-ലെയും 1961-ലെയും മഹാപ്രളയങ്ങളെ അതിജീവിച്ചു. അതൊരു മഹാ അത്ഭുതമാണ്. ആ അതിജീവിച്ച ഡാം ഇപ്പോൾ കാലാവസ്ഥ 2015 കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ വളരെ മാറ്റമുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത് ഒരു മണിക്കൂറിനകത്തുള്ള പ്രസിപ്പിറ്റേഷൻ 20 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്ററുമാണ്. ആ രീതിയിൽ മഴ പെയ്ത് ഒരു ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ചൂരൽമലയിൽ നടന്നതുപോലെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായതുപോലെ അനുബന്ധിച്ച് ഒരു ഉരുൾപൊട്ടൽ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കും പ്രവചിക്കാനൊക്കില്ല. ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല എന്ന് പറയാനൊക്കില്ല. ഉണ്ടാകുകയാണെങ്കിൽ ആ ഡാം അതിനെ അതിജീവിക്കുമോ? അതൊരു ചോദ്യചിഹ്നമാണ്. പിന്നീട് ഡാം എന്ന് പറയുന്നത് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അതിന് ബലക്കുറവുണ്ടാവുന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. അതിനെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നാലും അതിന് കൺസ്ട്രക്റ്റ് ചെയ്ത സമയത്ത് സ്ട്രെങ്ത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആർക്കും അറിയാം. അതിന് ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ ഇവിടെ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2021 ഡിസംബറിൽ യുണൈറ്റഡ് നേഷൻ്റെ പിന്നീട് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്തിലെ പഴക്കം ചെന്ന ഡാമുകളുടെ ബലക്ഷയത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിൽ, UN-ൻ്റെ റിപ്പോർട്ടിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. ഇത് വളരെ ബലക്ഷയമാണ്. ഇതിനെന്തെങ്കിലും ഉടനെ ഒരു പരിഹാരം ചെയ്യണം. ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ 35 ലക്ഷം ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുന്നതാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. മാത്രമല്ല 2023 പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ന്യൂസ് പേപ്പറാണ്. ആ ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി വന്നതാണ്. ആ വാർത്തയിലും ഈ കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. 35 ലക്ഷം പേരെ
അത് പിന്നീട് ബാധിക്കുന്നതാണ് ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ. ഡാമിന് സംഭവിക്കുമോ സംഭവിക്കില്ലേ എന്നുള്ളതല്ല ആദ്യത്തെ വിഷയം. ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടതുണ്ട്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ കെ ജെ ജേക്കബ് തത്സമയം ചേരുകയാണ്. ശ്രീ കെ ജെ ജേക്കബ്, ഇതിപ്പോൾ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രയും ജനങ്ങൾ, അവർ തന്നെ ഇപ്പോൾ ന്യൂസ് 8ന്റെ ലൈവത്തോട് ഇന്ന് നടന്നപ്പോൾ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഇത്. പേടിയോടുകൂടി തന്നെയാണ് കഴിയുന്നത് എന്ന്. പിന്നെയുള്ളത് ഓൾട്ടർനേറ്റീവ് എന്നുള്ള കാര്യമാണ്. 2014 സുപ്രീം കോടതി വിധിയിൽ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവിന്റെ കാര്യമേ പറയുന്നില്ല. പക്ഷേ എംപവേർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായി അതെടുത്തു പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ഓൾട്ടർനേറ്റീവും, ഒന്ന് പുതിയ ഡാം എന്ന കേരളത്തിന്റെ പ്രഖ്യാപനം, രണ്ട് ഈ കുറച്ചുകൂടി താഴെയായിട്ട് ടണൽ നിർമ്മിച്ച് അങ്ങനെ മുല്ലപ്പെരിയാറിലെ റിസർവോയറിലെ ജലനിരപ്പ് എപ്പോഴും കുറച്ചു നിർത്തുക, അങ്ങനെ ഡാമിന് ബലക്ഷയം ഉണ്ടാകാതെ, കൂടുതൽ ബലക്ഷയം ഉണ്ടാകാതെ സംരക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങളും സംസ്ഥാന സർക്കാരുകൾക്ക് വിട്ടിരിക്കുകയാണ്, കേരള സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും. അതല്ലാതെ സുപ്രീം കോടതി അതിനകത്തൊരു പ്രത്യേകമായി ഒരു ഉത്തരവ് രൂപേണ ഒന്നും പറഞ്ഞിട്ടില്ല. സംസ്ഥാനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതിലെന്തുകൊണ്ടാണ് ഒരടി പോലും മുന്നോട്ട് കാര്യങ്ങൾ പോകാത്തത്? അതാണ് സൊല്യൂഷൻ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലെങ്കിൽ. അതൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുള്ളതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സത്യത്തിൽ അത് റിയൽ ഒരു സൊല്യൂഷൻ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് 2014 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട്, മുല്ലപ്പെരിയാർ ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സീസ്മിക്കലി, ഹൈഡ്രോളജിക്കലി, സ്ട്രക്ചറലി സ്ട്രോങ് ആണെന്നാണ് അന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വന്ന ഹർജികളൊക്കെ സുപ്രീം കോടതി പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നതിന്റെ കാരണം 2014 റിപ്പോർട്ടാണ്. അതിൻ്റെ അകത്ത് എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. അതിന് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നാടിന്റെ മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നം വയനാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ ആലോചിക്കേണ്ടത്, വയനാട്ടിൽ നടന്നതുപോലെ അതിദ്രുത മഴ സംഭവിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് 573 mm മഴയാണ് വയനാട്ടിൽ കിട്ടിയത്. ഇപ്പം നമ്മൾ ഈ പശ്ചിമഘട്ടത്തിലെ ഒരു കണക്കെടുത്തിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഈ നമുക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ കിട്ടിയ മഴയുടെ കണക്കെടുത്ത് അത് പ്രൊജക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു മഴ ഈ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ സംഭവിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നമുക്ക് പ്രൊജക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള പിന്നെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമുക്കുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രീകോഷൻസ് എന്തൊക്കെയാണ്? അതിലെടുത്തു കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇതാണ് നമ്മൾ സുപ്രീം കോടതിയോട് പറയേണ്ട കാര്യം, തമിഴ്നാടിനോട് പറയേണ്ട കാര്യം. തമിഴ്മാർക്ക് ആ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് നമുക്കവിടെ അണക്കെട്ട് ഉരുൾപൊട്ടുകയും ഇതുപോലെ വലിയ ജലപ്രവാഹം ചെറിയ സമയത്തിൽ ഉണ്ടാവുകയും നമുക്ക് മിറ്റിഗേഷനുള്ള സമയം കിട്ടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിനെക്കുറിച്ച് സത്യസന്ധമായി 4 പേര് കേട്ടാൽ വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം സുപ്രീം കോടതിയുടെ മുമ്പിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു സഹാറയ്ക്ക് കൊടുത്ത ഒരു കോടതി രക്ഷ കേസിൽ കൊടുത്ത ഒരു ശിക്ഷയിൽ ഒന്നെന്നുള്ളത് 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ 2 കോടി രൂപ അത് സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്ക് അയക്കാൻ പറ്റും. അവിടേക്ക് ജഡ്ജിമാർക്ക് മനസ്സിലായി സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ അത് നമ്മൾ ഇവിടെയുള്ള ലോക്കൽ സയന്റിസ്റ്റുകളെ കൊണ്ട് യാതൊരു കാര്യമില്ല. ഇത്രയും പല നമ്പറുകൾ നമ്മൾ നേരത്തെ എടുത്തതാണ്. റൂക്കിയെ കൊണ്ട് നമ്മൾ പണം കൊടുത്ത് റൂക്കിയെ കൊണ്ട് പഠിപ്പിച്ച് സുപ്രീം കോടതി പരിഗണിച്ചു പോലും ഇല്ല. അങ്ങനെയുള്ള കണക്കെല്ലാം സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ തമിഴ്നാടിന് അസൈൽ ചെയ്യാൻ അൺഅസൈലബിൾ ആയിട്ടുള്ള ആര് കണ്ടാലും വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോയിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്, അതിന് ഞങ്ങൾക്ക് ഇന്ന രീതികളിലൊക്കെ മാത്രമേ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് അവിടുന്ന് സ്പിൽവേയുടെ വെള്ളം തിരിച്ചുവിടാം, നമുക്ക് ചെറുതോണി അണക്കെട്ട് തുറക്കാം. ഇതിന്റെ ഒക്കെ സമയം കണക്കാക്കി സുപ്രീം കോടതിയോട് നമ്മൾ പറയേണ്ടി വരും. ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ 48 മണിക്കൂറിൽ ഇത്ര വെള്ളം കിട്ടി, ഇത്ര മഴ പെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട്, അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകളുണ്ട്, ഞങ്ങൾക്കിത് താങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥ വരും, ഇതിന് മുല്ലപ്പെരിയാർ അണക്കെട്ട് അൺസ്റ്റേബിൾ ആകും എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇതിലെപ്പോഴാണെന്ന് ബഹളം വെച്ചിട്ട്, അതായത് താങ്കൾ ഇപ്പോഴും പറയുന്നത് നിയമപരമായ വഴികളെ നടക്കുകയുള്ളൂ, അതല്ലാതെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് ഇത് വരുവാൻ പറ്റുകയില്ല എന്നാണ്. അല്ല, അത് പറ്റും. ഇങ്ങനത്തെ ഒരു സ്റ്റഡി, പിന്നെ മഞ്ജുഷ്, ഇങ്ങനത്തെ ഒരു സ്റ്റഡി നമുക്ക് തമിഴ്നാട്ടോടും കൂടെ ഞങ്ങളോട് കൂടെ നിങ്ങളോട് കൂടണം. കാരണം വയനാട്ടിൽ നമ്മൾക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2ാമത്തെ ദുരന്തത്തിന്റെ വായിൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പം ഞങ്ങൾക്ക് വയനാട്ടിൽ സംഭവിച്ചത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പം മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ
ഞങ്ങൾക്ക് ഇത് താങ്ങാൻ വയ്യ, പറ്റുമെങ്കിൽ തമിഴ്നാടിനോട് കൂടി പഠിക്കാൻ വേണ്ടി സമ്മതിക്കുക, അല്ലെങ്കിൽ തമിഴ്നാടിനെ എതിർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തിയിട്ട് നമ്മൾ തമിഴ്നാടിനോട് സംസാരിക്കുക. നിങ്ങൾ കൂടി പിന്നെ സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ നമ്മൾ വലിയ പണ്ട് തമിഴന്മാരോട് ഞാൻ രാവിലെ ചർച്ചയെ പറഞ്ഞു, പുതിയ അണക്കെട്ട് പുതിയ കരാർ എന്നുള്ള അസംബന്ധം പറഞ്ഞത് കൊണ്ടാണ് തമിഴ്നാട്ടുകാർ ഇത്രയധികം നമ്മളോട് എതിർപ്പ് കാണിക്കുന്നത്. അതല്ലാത്ത ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. കേരളത്തിൽ പിന്നെ പ്രളയം വന്നപ്പോൾ അവരിങ്ങോട്ട് സാധനം കയറ്റി അയച്ചതാണ്. നമ്മൾ ചെന്നൈയിൽ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് വിട്ടതാണ്. നമ്മൾ തമ്മിൽ റിലേഷൻസ് മോശമല്ല. പിന്നെ വയനാട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയാം. ഈ പുതിയ സാഹചര്യത്തിൽ ഇതെങ്ങനെ നേരിടാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് സത്യസന്ധമായിട്ട്, അതല്ലാതെ നമ്മൾ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞതുപോലെയുള്ള ഉഡായിപ്പ് വർത്തമാനങ്ങളല്ല പറയേണ്ടത്. നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് മുല്ലപ്പെരിയാറിനെ താങ്ങാൻ പറ്റില്ല എന്ന സ്റ്റഡി നമുക്ക് സ്വയം ബോധ്യമാകണം. ഇതിന് മുമ്പേ സംഭവിച്ചതൊക്കെ നമ്മൾ പറയുന്ന നിങ്ങളെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ എടുത്ത് വായിച്ചു നോക്കണം. ഈ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പിന്നെ അദ്ദേഹം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അത് പരിഗണിച്ചു പോലുമില്ല. അത് അവർ പറഞ്ഞ 2014 അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പരിഗണിക്കുന്ന പോലുമില്ല. അത് തമാശാക്കികളെയാണ് ചെയ്തത്. അപ്പം നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള, മനുഷ്യർ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാൻ ശരി. ശ്രീ കെ ജെ ജേക്കബ്, ശ്രീ ഷോൺ ജോർജ്, ഈ നിർദ്ദേശത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇങ്ങനെ ഒരു പുതിയ ഇത്തരത്തിൽ ഈ തമിഴ്നാടിന് കൂടി മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ തമിഴ്നാട് സർക്കാരിന് കൂടി വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിർദ്ദേശം കേരളത്തിൽ നിന്നുണ്ടാകണമെന്ന്, അല്ലാതെ ഈ പുതിയ ഡാം പുതിയ കരാർ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ 101% യോജിക്കുകയാണ്. മറ്റൊന്നുമല്ല, 2014 കോടതി വിധിക്ക് ശേഷം ചേഞ്ച് ഓഫ് സർക്കംസ്റ്റൻസസ്, ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ വന്നിട്ടുള്ള മാറ്റം കോടതി വീണ്ടും പരിഗണിക്കാൻ ഏറ്റവും അത്യാവശ്യമായൊരു ഘടകം അതാണ്. 2018 ശേഷം ഇവിടുത്തെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ ഒരു വ്യത്യാസം, വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരേ സമയം 2-3 മണിക്കൂർ കൊണ്ട് 200 സെന്റിമീറ്ററിലധികം മഴ ഒരു പ്രദേശത്ത് മാത്രം പെയ്യുകയാണ്. ഇത് കേരളത്തിൽ 2018 മുതൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു പ്രദേശം, ഞാൻ പറഞ്ഞില്ല ഇന്നും നാളെയൊക്കെ ആയിട്ട് കേരളത്തിൽ അതിതീവ്ര മഴ പ്രവചിച്ചിട്ടുണ്ട്. അത് പശ്ചിമഘട്ട പ്രദേശത്തിന്റെ ഏത് മേഖലയിൽ വേണമെങ്കിൽ സംഭവിക്കാം. അത് കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ, നെയ്യാറ്റിൻകര വരെയുള്ള പ്രദേശത്ത് എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അപ്പം കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ വന്നിട്ടുള്ള പ്രത്യേക കാലാവസ്ഥ സാഹചര്യത്തെ കൃത്യമായ ഒരു റിപ്പോർട്ട് പ്രത്യേകിച്ച് ആകേണ്ട കാര്യമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ 3300, അങ്ങനെയാണെന്ന് എൻ്റെ കണക്ക്, 3300 ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ 2700 ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്ന കുഞ്ഞു കേരള സംസ്ഥാനത്താണ്. അപ്പം സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ ഇത്തരം കാര്യങ്ങൾ ആധികാരികമായ റിപ്പോർട്ട്, കേരളത്തിലെ കാലാവസ്ഥയിലുള്ള വലിയ വ്യതിയാനത്തെ കൃത്യമായി സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയത്തിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുകയും, അതോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് തമിഴ് ജനതയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ഇവിടെ ആരാ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? എൻ്റെ കുടുംബം മുഴുവൻ നശിക്കാൻ പോകുന്നെങ്കിൽ ആദ്യം അതിന് ഒരു മുൻകൈ എടുത്ത് രംഗത്തിറക്കേണ്ട ഞാനാണ്. ഇവിടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും അധികം ആളുകളുടെ ജനങ്ങളുടെ ജീവനെ സ്വത്തിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി തമിഴ് ജനതയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആദ്യം തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനുശേഷം തമിഴ് ജനതയെ ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അതിന് മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കണം. അവിടെ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത്. ഇതാണ് കേരളജനതയും ആഗ്രഹിക്കുന്നത്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം, ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ തമിഴ്നാടിന് മനസ്സിലാകുന്ന രീതിയിൽ ഇത് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് വരണം എന്നുള്ളതാണ്. ശ്രീ ഷാജി പി ജോസഫ്, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. ശ്രീ ഷാജി പി ജോസഫ്, ഇന്ന് നിങ്ങൾ ഒരു സമരപാതയിലേക്ക് വീണ്ടും വരികയാണ്. എന്താണ് നിങ്ങൾ മുന്നിൽ കാണുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്? പഴയ രീതിയിൽ മുൻപത്തെ സമരം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രക്ഷോഭത്തിന്റെ തലത്തിലേക്ക് നീങ്ങിയിരുന്നു. അങ്ങനെ അത്രയും ആളുകളെ കൂട്ടിയുള്ള ഒരു വലിയ ഒരു മൂവ്മെന്റ് ആയിട്ട് ഇത് മാറ്റാൻ ഉള്ള ഒരു അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സമരത്തിന്റെ രീതി? അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? ഞാൻ ഈ ചർച്ച തുടങ്ങിയതിനു ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ കേട്ട പ്രഗത്ഭരുടെ അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് 14 വിധിക്ക് ശേഷം
നമ്മുടെ കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന വ്യതിയാനം അല്ലെങ്കിൽ മാറ്റം, പ്രത്യേക സൈക്ലോണുകൾ, ചില പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. 10 മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ 1 മണിക്കൂർ കൊണ്ട് പെയ്തു മാറുന്നു. അതുമാത്രമല്ല, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഭ്രംശമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണെന്ന് വിദഗ്ധരുടെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ കൃത്യമായി യഥാവിധി കോടതിയെ ധരിപ്പിക്കുവാനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലും ഇപ്പോൾ കർണാടകത്തിൽ തകർന്നുപോയ ഡാമിന്റെ വിഷയങ്ങളുമെല്ലാം ആഡ് ചെയ്ത് ഈ പ്രശ്നത്തെ 14 വിധിയിലെ സുപ്രീം കോടതി പറഞ്ഞ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ആ സാഹചര്യം നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ അനാവശ്യമായ കിംവദന്തികൾ പരത്തി അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ജനങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില നവമാധ്യമങ്ങൾ കൂടിയിരുന്ന പ്രസ്താവനകളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇരു സംസ്ഥാനങ്ങളുടെയും ഇവർ തങ്ങളുടെ സഹോദര തുല്യരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം കാണുവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് അനാവശ്യ ചർച്ചകൾ നടത്തി അനാവശ്യമായ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി വഴിതിരിച്ചുവിടരുതെന്നുള്ള ഒരു സന്ദേശമാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് ഉള്ളത്. സമരസമിതി മുന്നോട്ട് വെച്ച ആശയങ്ങളാണല്ലോ കേരളങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം, ഈ മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതി ഈ നാൾ വരെയും സമരം ചെയ്തത്. 14 വിധിക്ക് ശേഷം 18 വരെ ചപ്പാത്തിലെ സമരപ്പന്തൽ അവിടെ ഉണ്ടായിരുന്നു. 18 ഈ ഡാമില് അതീവ ജലം തുറന്നു വിട്ടതിന്റെ ഭാഗമായിട്ടാണ് ചപ്പാത്തിലെ ആ സമരപ്പന്തലടക്കം നമ്മുടെ തീരദേശം ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിന്നും ഇടുക്കി ഡാമിൽ നിന്നും അധിക ജലം തുറന്നു വിട്ടപ്പോൾ നമ്മൾ കണ്ടതാ കാലടി മുതൽ ചാലക്കുടി മുതൽ തൃശ്ശൂരിന്റെ എറണാകുളം പെരുമ്പാവൂർ വരുന്ന ഒരു പ്രദേശത്തെ തീരദേശം വാഷ് ഔട്ടായി പോകുന്നത് കണ്ടു. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരു ടേബിളിന് ചുറ്റുമിരുന്നുള്ള ചർച്ച എന്ന് ഇപ്പോൾ താങ്കൾ ഒരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ പോലെ അല്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലേക്ക് വരുന്നില്ല. ഇപ്പോൾ റൂൾ കർവ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 136 അടിക്ക് മുകളിലേക്ക് വരാവുന്നതാണ് ഈ മാസത്തെ റൂൾ കർവ് അനുസരിച്ച് ഈ സമീപ ദിവസങ്ങളിലെ. പക്ഷേ അവിടെ ഈ പുറത്തേക്ക് പറയുന്നില്ലെങ്കിൽ പോലും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ വന്നു കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ തമിഴ്നാട് ഈ സമയത്ത് ചിലപ്പോൾ ഈ 136 അടിയിലേക്ക് എത്താറാകുന്ന സമയത്തൊക്കെ ഡാമിന് ബലക്കുറവില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി പരമാവധി ജലം സംഭരിക്കുവാനായിട്ട് തമിഴ്നാട് ശ്രമിക്കാറുണ്ട്. വെള്ളം കൊണ്ടുപോകുന്നത് ആ സമയത്ത് സ്ലോ ഡൗൺ ചെയ്യുമായിരുന്നു, കുറയ്ക്കുമായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അതോ ഈ സ്വാഭാവികമായിട്ട് മുല്ലപ്പെരിയാറിലെ റിസർവോയറിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അതോ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായ സമീപനം, കേരളത്തിനും കൂടി അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നത് കൊണ്ടാണോ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരാതിരിക്കുന്നത്? അതുവഴി വെള്ളം തുറന്നു വിടേണ്ട ഒരു സാഹചര്യം വരാതിരിക്കുന്നത്? അത് ഈ റൂൾ കർവ് ലഭിച്ചതിന് ശേഷമാണ് നമുക്ക് കുറെ കൺട്രോളൊക്കെ ലഭിച്ചത്. ഓപ്പറേഷൻ മാനുവലും റൂൾ കർവ് നമുക്ക് ലഭിച്ചതോട് ആ ജോസഫ് സാറ് സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് ആ റൂൾ കർവ് ലഭിച്ചത്. അപ്പോൾ അവധാനത്തോടുകൂടി ഈ വിഷയത്തെ സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുവാൻ യഥാവിധി നമുക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളൊരു സൂചനയാണ് ജോസഫ് സാറിന്റെ കേസിന്റെ വിധിയിലൂടെ നമുക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് സാറിന്റെ വേറൊരു കേസ് കൂടി സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അപാകതകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം കൊടുത്ത കേസ് സുപ്രീം കോടതി ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന സമയത്തിനുള്ളിൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കണമെന്ന് കോടതി ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ഏജൻസി, ഇപ്പോൾ ഈ ഡാമുകളുടെ തകർച്ചയും ലോകമാധ്യമങ്ങളുടെ രാജാവായി ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇവിടെയുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ലിബിയയിലെ ഡാം തകർന്നപ്പോൾ ഒരു ഡാമിന്റെ കൂടെ 2 ഡാമാണ് തകർന്നു പോയത്. ആ ഡാം തകർച്ചയിലൂടെയാണ് UN പഠന കേന്ദ്രം, ഇത്തരത്തിൽ ഡാമുകളെ കുറിച്ച് പഠനം നടത്തുന്ന UN ഒരു പഠന കേന്ദ്രം, അവർ പറഞ്ഞ ലോകത്തെ ഇത്തരത്തിൽ നിൽക്കുന്ന 2000 ഡാമുകളിൽ ആദ്യം കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോകാൻ സാധ്യതയുള്ള ഡാം മുല്ലപ്പെരിയാറാണെന്ന് പറയുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള സൈക്ലോണുകൾ നമ്മളെ ബാധിച്ചിരിക്കുന്നത്. ശരിയാണ് ഷാജി പി ജോസഫ്, ഇത് ജനങ്ങളുടെ ആശങ്ക തന്നെയാണ്. മുല്ലപ്പെരിയാർ സമരസമിതി ആ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. ശ്രീ റസൽ ജോയ്, ഇപ്പോൾ താങ്കളുടെ കേസ് വന്നപ്പോൾ പോലും, ഇപ്പോൾ ഈ ഡീകമ്മീഷൻ ചെയ്യുക എന്ന ആവശ്യം താങ്കൾ മുന്നോട്ട് വെച്ചപ്പോൾ പോലും സുപ്രീം കോടതി അതിലേക്ക് എത്തി നോക്കുവാൻ തയ്യാറായിരുന്നില്ല.
നേരത്തെ ഇവിടെ കെ ജെ ജേക്കബ് അക്കാര്യം പരാമർശിക്കുകയും ചെയ്തു. പക്ഷേ കൃത്യമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഇനിയും അനുകൂലമായ വിധി കിട്ടാൻ സാധ്യതയുണ്ട്. താങ്കളുടെ ആ വിധിയിലെയും പരാമർശങ്ങൾ കുറെ അനുകൂലമായി വന്നല്ലോ. ഡീകമ്മീഷൻ എന്നുള്ള ആശയം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഷാജി പി ജോസഫ് പറഞ്ഞ കാര്യം തന്നെ, റൂൾ കർവ് അത് നേടിയെടുക്കാൻ, റൂൾ കർവ് കൃത്യമായിട്ട് തമിഴ്നാട് കേരളത്തിന് നൽകണം എന്ന കാര്യം അത് അനുകൂലമായ ഒരു ഉത്തരവാണ്. അതുവഴി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിച്ചു കൊണ്ടുപോകുവാനെങ്കിലും കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ കൃത്യമായിട്ട് കോടതിയെ സമീപിച്ചാൽ കോടതിക്കും ഇത് ബോധ്യപ്പെടും എന്ന കാര്യമാണല്ലോ ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത്. പക്ഷേ അതിന് ഈ വ്യക്തികൾ കോടതിയെ സമീപിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അങ്ങനെ ആ ഒരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ? സംസ്ഥാന സർക്കാർ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഇതിന് ഞാനൊരു ഈസി സൊല്യൂഷൻ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സയൻസ് പലതും അജ്ഞാതമാണ്. റിലയബിലിറ്റി സയൻസ് എന്ന് പറയുന്നത് ഭാരതത്തിന് അന്യമാണ്. എന്തും ലോകത്തിൽ എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ്. ഒരു ഡാം സ്ട്രക്ചർ ആയാലും സിമെന്റ് സ്ട്രക്ചർ ആയാലും ഒരു എയർക്രാഫ്റ്റ് ആയാലും എന്തും. അപ്പോൾ ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചാൽ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്നാണ്. അല്ലാതെ ഇപ്പൊ 999 വർഷം നിൽക്കുമെന്ന് അവർ പറഞ്ഞാൽ നിൽക്കട്ടെ. അതാണ് അതിൽ കേരള ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ റിനൗണ്ട് സയന്റിസ്റ്റുകളാണ്. അവർ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും 2 സെന്റൻസ് പറഞ്ഞൊരു അഫിഡവിറ്റ് ഇന്ന് ഇട്ടാൽ നാളെ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. കാരണം എന്ന് വെച്ചാൽ റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 വർഷമേ ഉള്ളൂ. 40 വർഷം കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പോ തീർച്ചയായിട്ടും റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചാൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് അവരുടെ സയൻസ് ആണ്. അങ്ങനെ ഒരു സയന്റിഫിക് എക്സ്പേർട്ട് ഒപ്പീനിയൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ വന്നാൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ പറയും. പിന്നെയാണ് സംഭവം. പിന്നെ തമിഴ്നാടിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് വരും വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. വെള്ളം കൊടുക്കാൻ 100 വഴികളുണ്ട്. സയൻസ് ഒന്നും പുരോഗമിച്ചത് ഈ നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് സംശയം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. ആകെ 100 കോടി രൂപ ചെലവ് വരുള്ളൂ. 3 മാസം കൊണ്ട് പണി തീർത്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. എന്തിനേറെ പറയുന്നു, ഇതൊന്നും വേണ്ട, ഡാംസേ വേണ്ട, ആലുവ പുഴയിൽ നിന്ന് കൊടുക്കാം. ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിൽ എത്തിക്കാമെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാനാണ് പാട്. ആധുനിക സയൻസിനെ കുറിച്ച് ഇവർക്കൊന്നും ഒരു ബോധമില്ലെന്ന് എനിക്ക് ഇതൊക്കെ അവിടെ വൈകാരികമായ ഒരു വിഷയം കൂടി ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും അതിന് ഒരു സമ്മതി കിട്ടുകയും അതുവഴി ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഇതിന്റെ എല്ലാം കാര്യത്തിൽ വേണം. അതാണ് ഇതിന്റെ എല്ലാം പ്രശ്നമാകുന്നത് അല്ലേ ശ്രീ സതീഷ് ഗോപി? തീർച്ചയായും ഇവിടെ പിന്നീട് നമുക്ക് ആലുവയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുക്കാമെന്ന് പറയുന്നു. അതിൽ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഇപ്പോഴും നിലവിൽ ഡെവലപ്പ് ചെയ്ത എഞ്ചിനീയറിംഗ് വെച്ചിട്ട് തന്നെ അത് അങ്ങനെ ഒരു കാര്യം അചിന്തനീയമാണ് എന്ന് തന്നെ പറയാം. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ്. പറ്റില്ല എന്ന് പറയുന്നില്ല, കാരണം എഞ്ചിനീയറിങ്ങിന് പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു ടേബിളിൻ്റെ ഇരുവശത്തും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന വിഷയമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റാണ്. നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടി ഈ കാര്യം സോൾവ് ചെയ്യണം. ഇതിലുള്ളൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇത് വളരെ സെൻസിറ്റീവ് വിഷയമാണ്. ഇവിടെ ഡാം പുനർനിർമ്മിക്കും, ഡാം റീകൺസ്ട്രക്റ്റ് ചെയ്യണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തമിഴ്നാട്ടിൽ അജിറ്റേഷൻ ഉണ്ടാവും. അതേപോലെ ഈ ഡാം ഒന്നും ചെയ്യേണ്ട, ഈ ഡാം നിലനിൽക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അജിറ്റേഷൻ ഉണ്ടാകും. കേരളത്തിലെ ആൾക്കാർക്ക് ആശങ്കയുണ്ട്, തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. അപ്പോൾ ഇത് രണ്ട് കൂട്ടരെയും ഒരുപോലെ തുല്യമായിട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ വളരെ വിദഗ്ധമായിട്ട് ഇത് കൈകാര്യം ചെയ്യണം, നയപരമായിട്ട്. അതായത് ഇവിടെ നോക്കുമ്പോൾ പിന്നീട് തമിഴ്നാടിന് വെള്ളം വേണം, തമിഴ്നാടിന് വെള്ളം കൊടുക്കാം, തമിഴ്നാടിൻ്റെ വെള്ളം ഒരിക്കലും നിഷേധിക്കില്ല. ഇപ്പം ഉള്ള ഇതിൽ നമ്മൾ ഒരു ടണൽ കൂടെ റീബോർ ചെയ്യുകയാണെങ്കിൽ അതിലൂടെയും വെള്ളം കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ട് ഒഴുകിയെത്തുന്ന വെള്ളം അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ പശ്ചിമഘട്ടമാണ്, വളരെ പരിസ്ഥിതി അതിലോല പ്രദേശമാണ്. അതിലൊരു ടണൽ ബോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു കാര്യം അവിടെ ഉയർന്നു വരും. അത് മാത്രമല്ല, അങ്ങനെ ഒരു ടണൽ കൂടെ ബോർ ചെയ്യുമ്പോൾ ആ ബോർ ചെയ്യുന്ന വെള്ളം തമിഴ്നാടിന് കിട്ടുമോ, മറ്റാശങ്കകൾ എന്തെങ്കിലും ഉണ്ടോ, ഏത് വഴിയെങ്കിലും ഇവിടെ ഒരു അജിറ്റേഷൻ ഉണ്ടാവാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം. പക്ഷെ പറഞ്ഞ കാര്യം ശ്രീ ഷോൺ ജോർജ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു.
100% യോജിക്കുന്നു. അതായത് ഒരു മേശയുടെ ഇരുവശത്തും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ അത് ജനങ്ങളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. ശരി, എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം കൂടി ശ്രീ കെ ജെ ജേക്കബ് ഇത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. 2021 ഡിസംബറിൽ ഇങ്ങനെ ഒരു ചർച്ച ഇതാ നടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. ആ സമയത്താണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈക്ക് പോയി അവിടെ എം കെ സ്റ്റാലിനുമായിട്ട് ചർച്ച നടത്താൻ പോവുകയാണ് എന്നുള്ള ഒരു അടുത്തെത്തിയതാണ്. അത് പക്ഷേ ജനുവരി ആയപ്പോഴേക്കും അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു. ആരും ഒരു മറുപടിയും നൽകിയില്ല. അതിനിടെയാണല്ലോ ഈ മരംമുറി സംഭവം അവിടെ വന്നത്. ഈ ബേബി ഡാമിന് സമീപത്തുള്ള മരങ്ങൾ മുറിച്ച് അങ്ങനെ ഈ ബേബി ഡാമിൻ്റെ ബലപ്പെടുത്തൽ നടക്കാൻ പോകുന്നു. അത് തമിഴ്നാടിൻ്റെ ആവശ്യമായിരുന്നു. അതുവഴി 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തുവാനുള്ള തമിഴ്നാടിൻ്റെ നീക്കവും ഒക്കെ. അപ്പോൾ എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ചീഫ് സെക്രട്ടറിമാരുടെ തരത്തിലൊരു ചർച്ച നടക്കേണ്ടതായിരുന്നു. അത് പക്ഷേ തമിഴ്നാടിൻ്റെ ആവശ്യമായിരുന്നു. അത് നടന്നുമില്ല. അപ്പോൾ ഈ ചർച്ച നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എവിടെയോ തട്ടി അത് ഇല്ലാതാവുകയാണ്. അപ്പോൾ ഈ ജനങ്ങളോട് പറയാൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങൾ ഈ കാര്യത്തിൽ സർക്കാരുകൾക്ക് തമ്മിൽ ഉണ്ടാവുകയാണല്ലോ. അതൊരു ആരോഗ്യപരമായ ഒരു കാര്യമാണോ? ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഈ ഡാം പൊട്ടും എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഒന്നുകിൽ അവർ അതിനുള്ള കാരണം പറയണം, അല്ലെങ്കിൽ ഈ വർത്തമാനം നിർത്തണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊട്ടും എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു സാധനവും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് വെറുതെ മനുഷ്യരെ പേടിപ്പിക്കുന്ന ഈ പരിപാടി ആദ്യം നിർത്തണം. ആ ബേബി ഡാമുമായി ബന്ധപ്പെട്ട് 15 മരം മുറിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ അനുമതി കൊടുത്തപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുള്ള സ്റ്റാലിന്റെ പ്രസ്താവന, അദ്ദേഹം കേരളത്തോട് നന്ദി പറഞ്ഞു. അത് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് അവരെ ആ മരം വെട്ടാൻ അനുവദിക്കുകയും ആ ബേബി ഡാം ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം? അത് കഴിഞ്ഞാൽ വെള്ളം എന്തായാലും 142 അടിയിൽ അവർ സൂക്ഷിക്കും. 152ലേക്കൊന്നും പോകാൻ അവർ തയ്യാറാവില്ല. അവർ വാശിക്ക് വേണ്ടി ചെയ്യില്ല. ഒരു ഗുഡ് വിൽ ക്രിയേറ്റ്. ഞാൻ ഇപ്പോഴും സ്റ്റാലിന്റെ പ്രസ് റിലീസ് എന്റെ ഓർമ്മയിലുണ്ട്, കേരളത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്. അത് ഇവിടുത്തെ പ്രധാനമായിട്ട് മാധ്യമങ്ങളും ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയക്കാരും കൊണ്ട് കൂടി അത് അലമ്പാക്കി കേരള സർക്കാരിന് പുറകോട്ടേക്ക് പോകണം. അത് ഗുഡ് വിൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇതായിരുന്നു. അത് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ എഴുതിയതാണ്. കേരളം സഹകരിക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാലിന് അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാൻ പറ്റും, കേരളം നമ്മളോട് സഹകരിക്കും, നമ്മുടെ ആവശ്യങ്ങളോട് സഹകരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് കേൾക്കണം എന്ന് തമിഴ്നാട്ടുകാരോട് പറയാൻ തമിഴ്നാടിന്റെ കേരളവും അന്ന് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. അതിൽ നടപടിയല്ലേ ഉണ്ടായത്? അറിഞ്ഞിട്ടില്ല എന്ന നിലപാടായിരുന്നല്ലോ സംസ്ഥാന സർക്കാർ. ആ അനുമതി പിൻവലിക്കുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന ജലവിഭവ മന്ത്രിയുടെ പ്രസ്താവന ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹവും പറഞ്ഞ ഇത് നമ്മൾ അതാണ് പറയുന്നത്. ഇത് കുറെ കാര്യങ്ങളൊക്കെ സ്റ്റെൽത്തിലി നടക്കുന്ന കാര്യം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളം ഏറ്റവും അവർക്ക് അനുവദിച്ചിരിക്കുന്ന അവസാനത്തെ അടി വരെ കൊണ്ടുപോയി നിറയ്ക്കണം. അവർക്ക് വാശിയൊന്നുമില്ല, അവർക്ക് വെള്ളം കിട്ടിയാൽ മതി. കുറെ കാര്യങ്ങളൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തും നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാലിൻ അന്ന് പ്രസ് റിലീസ് എടുക്കേണ്ട ഒരാവശ്യം പുള്ളിക്കില്ല. എന്തുകൊണ്ട് അദ്ദേഹം പ്രസ് റിലീസ് ഇറക്കിയത്? അത് തമിഴ്നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അത് സ്റ്റെൽത്തിലി അതങ്ങ് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ആരും അറിയാതെ അതങ്ങ് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ മനുഷ്യരെ കൺവിൻസ് ചെയ്യാനും പറ്റുമായിരുന്നു. ഞാനിപ്പം ഈ സമരസമിതിയുടെ അധ്യക്ഷൻ പറഞ്ഞ ഞാൻ വളരെ ശ്രദ്ധയോടുക, അദ്ദേഹത്തിന്റെ നിലപാടാണ് ഏറ്റവും ശരിയായ നിലപാട് എന്ന് ഞാൻ ഉറക്കാൻ. അദ്ദേഹം ആവശ്യക്കാരനാണ്, അദ്ദേഹത്തിന് അതിന്റെ പ്രശ്നം മനസ്സിലാവും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തമിഴ്നാടിന് ഈ മെസ്സേജ് തമിഴ്നാട്ടിലേക്ക് ഉറപ്പിച്ചു പോവുക. നമ്മുടെ നാട്ടിൽ കൂടെ നടന്ന് ഇതാ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ വേണ്ടി പോകുന്നേ, 40 ലക്ഷം മനുഷ്യര് പോകുന്നേ എന്നിങ്ങനെ പറഞ്ഞ്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും അക്കാര്യത്തിൽ ഒരു മുൻകരുതലും അല്ലെങ്കിൽ ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമവും നടത്തണം. ഇപ്പോൾ പുതിയ ഡാമാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയമെന്ന് നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണോ സർക്കാർ സമീപിക്കേണ്ടത് ജനങ്ങളെ ഈ വിഷയത്തിൽ? അങ്ങനെയാവുമ്പോൾ എനിക്ക് ആ കാര്യത്തിൽ അത് ശരിയല്ലെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തീരുമാനം എടുക്കാൻ ഇത് രണ്ടുപേരും, എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും പറയും, ഇത് ഈ വിഷയത്തിൽ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ സെൻസിറ്റിവിറ്റി നാട്ടുകാർക്ക് മനസ്സിലാവും. അതാണ് സമരസമിതിയുടെ അധ്യക്ഷൻ പറഞ്ഞത്. നാട്ടുകാർക്ക് മനസ്സിലാവും. പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന മാധ്യമങ്ങൾക്കാണ്. ഇതിന്റെ പുറത്ത് ഈ പൊട്ടും അതൊരു ജലബോംബാണ് എന്നുള്ള മട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് മന്ത്രിമാര് പ്രഷറിലാകും. ശരി. പക്ഷേ സർക്കാരിന്റെ നിലപാട് അത് തന്നെയാണ് കേട്ടോ. ശ്രീ ഷോൺ, കെ ജെ ജേക്കബ് പറഞ്ഞ ഈ ഒരു കാര്യം താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നേരത്തെ കെ ജെ ജേക്കബിന് പൂർണ്ണ പിന്തുണ താങ്കൾ നൽകിയതാണ്. ഒരു കാരണവശാലും അല്ല അദ്ദേഹം ഒന്ന് എഴുതി ഒപ്പിട്ട് തരാമോ? ഇത് കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളാൻ. തലയ്ക്ക് മുകളിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇത്രയും വലിയ പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ
ആളുകൾ ആകുലതപ്പെടരുത് എന്നൊക്കെ ഇവിടെ ഏതെങ്കിലും എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. മാറി ഇരുന്ന് അങ്ങനെ ഞാൻ പറഞ്ഞേയില്ല. കീഴെ ഇരിക്കുന്നവർക്ക് അവരുടെ പറയാൻ ആകുലതകൾ കഴിയില്ല. മനസ്സിലാവുന്നത് രണ്ടാമത്തെ തന്നെയാണ് ഞാൻ കാര്യം പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സംസ്ഥാന സർക്കാർ ഞാനറിയാം ഇവിടെ ജോസഫ് സാറിന്റെ ഒരു കേസ് നമുക്കറിയാം. നമുക്കിപ്പോൾ ഏറ്റവും വലിയ പിടിവിളിയായി നിൽക്കുന്ന ജോസഫ് സാറിന്റെ കേസാണ്. ആ കേസിൽ 2022 ഉണ്ടായ വിധിയുടെ ഫോളോ അപ്പ് പോലും സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല. ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്നൊരു പ്രതിസന്ധിയാണ്. എല്ലാ വർഷവും ഈ വെള്ളം അവിടെ നിറയുമ്പോൾ ആളുകൾക്ക് ഈ വിഷയം ഉണ്ടാകുകയും ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ജനങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2022 ജോസഫ് സാറിന്റെ കേസിന്റെ ഉത്തരവനുസരിച്ച് അതിന് ഫോളോ അപ്പ് ചെയ്യാൻ പോലും രണ്ടാമത് അതിന്റെ എക്സിക്യൂഷന് വേണ്ടി വീണ്ടും സുപ്രീം കോടതിയെ ജോസഫ് സാർ സമീപിക്കേണ്ടി വന്നു. കേരള സർക്കാരിന് അനുകൂലമായി അത്തരത്തിലൊരു വിധി ഉണ്ടായിട്ട് പോലും അതിനെ പോലും ഫോളോ അപ്പ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ലെന്ന് പറയുമ്പോൾ എല്ലാം നല്ല മഹാന്മാരാണ്, ഞങ്ങൾ ഇവിടെ കൊണ്ടുകൊണ്ടിരുന്നോളാം എന്നൊക്കെ പറയാൻ ഇവിടെ അത്ര വിശാല മനസ്കതയൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സ്റ്റാലിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം തമിഴ് ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. തമിഴ് ജനതയെ ഇനി എത്ര വർഷം കഴിഞ്ഞ് ബോധ്യപ്പെടുത്തും? ഈ ബോധ്യപ്പെടുത്തി കഴിയുമ്പോഴത്തേന് ഇവിടെ ജനം ഉണ്ടാവും എന്നുള്ളതുണ്ടോ? ഇതെന്നെ എന്തിനാ താമസം? അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ. ആ നാടിന്റെ മുഖ്യമന്ത്രി നമുക്ക് ഒരു ഇറ്റ് ജലം പോലും നമുക്ക് നഷ്ടപ്പെടില്ല, നമുക്ക് ജലം തരുന്നതിൽ കേരളത്തിന് ഒബ്ജക്ഷൻ ഇല്ല, നമുക്ക് പുതിയ ഡാം പണിയാൻ അനുവദിക്കണമെന്ന് ആ മുഖ്യമന്ത്രിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. കേരളത്തിന് നന്ദി പറഞ്ഞ പോലെ അവരുടെ സ്വന്തം ജനതയോടൊന്ന് അദ്ദേഹത്തിന് പറഞ്ഞൂടെ? അപ്പൊ അത്രയും വിശാലമായി നമ്മൾ എല്ലാ കാര്യത്തിലും വിശാലമായി ചിന്തിക്കുക. ഞാൻ പറയട്ടെ, തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരോ അഫ്ഗാനിസ്ഥാൻകാരോ ഒന്നും അല്ലല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് വിടുന്ന നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് അവിടെ കൃഷി ചെയ്യണം, അവർക്ക് ജലം ലഭിക്കണം, ഇതിലൊന്നും നമുക്കൊരു ഒബ്ജക്ഷൻ ഇല്ല. ഇവിടെ സമരസമിതിയുടെ കൺവീനർ പറഞ്ഞു, തമിഴ്നാട് പ്രത്യേകിച്ചും ഇടുക്കിയും കമ്പവും തേനിയും എന്നൊക്കെ പറഞ്ഞാൽ ഒരുമിച്ച് കിടക്കുന്ന ഗ്രാമങ്ങളാണ്, പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവരാണ്. ശരിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ച അതിൽ ആവശ്യവുമാണ്. അക്കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് ന്യൂസ് 18 കേരളത്തിന്റെ ആവശ്യമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞോട് ഞാൻ ചോദിക്കുന്നു, രണ്ട് ജനതയെ തമ്മിലടിപ്പിക്കാനല്ല, പക്ഷേ ഇവിടെ ഒരു ജനതയുടെ ജീവൻ അപകടത്തിൽ നിൽക്കുമ്പോൾ അത് കണ്ണടച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ്, ശ്രീ KJ ജേക്കബ്, സതീഷ് ഗോപി, ഷാജി P ജോസഫ്, റസൽ ജോയ്. ഈ ന്യൂസ് 18 കേരളം ഇന്ന് നടത്തിയ ലൈവത്തോണിലും ജനങ്ങൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കരുത് എന്ന് പറയുന്നില്ല. എല്ലാവരും തമിഴ്നാടിന് വെള്ളം കൊടുക്കണം എന്ന നിലപാടുള്ളവരാണ്. പക്ഷേ അതേസമയം കേരളത്തിന് സുരക്ഷയാണ് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അപർണ കുറുപ്പ്, ഈ ലൈവത്തോൺ നയിച്ച അപർണ കുറുപ്പ് ചേരുകയാണ് തത്സമയം. അപർണ, ഇതിന്റെ ഈ ക്രോഡീകരിച്ചൊന്ന് പറയാമോ? എന്താണ് ഈ ലൈവത്തോടിലൂടെ ജനങ്ങൾ നമ്മൾ വഴി അധികാരികൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന്? തീർച്ചയായും മഞ്ജുഷ, രാവിലെ നമ്മൾ 11:30 മുതൽ തുടങ്ങിയപ്പോൾ ജനങ്ങൾ പറയുന്നു, വിദഗ്ധർ വരുന്നു, പ്രമുഖർ എത്തുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആശങ്കയുണർത്തുകയല്ല, ജനങ്ങളുടെ ഭയവും പരാതികളും വേദനയും അധികൃതരിലേക്ക് എത്തിക്കുകയാണ് മുല്ലപ്പെരിയാർ ലൈവത്തോൺ ക്യാമ്പയിന്റെ ലക്ഷ്യം. അങ്ങനെ ന്യൂസ് 18 കേരളം ഇന്നത്തെ ക്യാമ്പയിനുകളുടെ ക്രോഡീകരിച്ച നിർദ്ദേശങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്, അധികൃതർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ജനഹിതം തേടിക്കൊണ്ട് ന്യൂസ് 18 കേരളം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിലവിലെ ഡാമിന്റെ സുരക്ഷിതത്വത്തിലും ബലത്തിലും വ്യാപകമായ ആശങ്കയാണ് ഉള്ളത്. ഇത് പരിഹരിക്കാൻ ജനങ്ങൾക്ക് മുന്നിലെത്തുന്ന അധികാരികൾക്കും ജനനേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാം ഇതേപടി തുടരും തോറും സമാധാന ജീവിതത്തിന് വെല്ലുവിളിയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. പരിഹാരം എന്താണ്? പരിഹാരമായി ജനങ്ങൾ നിർദ്ദേശിക്കുന്നത് പുതിയ ഡാം തന്നെയാണ്. പുതിയ ഡാം പക്ഷേ നമ്മുടെ ചർച്ചയിലെത്തിയ തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PC സിറിയക്ക് അപ്രായോഗികമാണെന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. നിലവിലെ ഡാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥിതിയിൽ ബലപ്പെടുത്തുകയാണ് പോംവഴിയെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. തമിഴ്നാട് ജില്ലകളായ മധുര, തേനി, ശിവഗംഗ, രാമനാഥപുരം, ഡിണ്ടിഗൽ ജില്ലകളിൽ കൃഷിക്ക് ജലമെത്തിക്കണമെന്നതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രഥമ ലക്ഷ്യം. അതിന് തേക്കടി തടാകത്തിൽ മലമുകളിൽ ഡാം വേണ്ട എന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഡാമിന് പകരം പെരിയാറിന്റെ നിരപ്പിൽ ഭൂഗർഭ ടണൽ നിർമ്മിച്ച് വെള്ളം സംഭരിച്ച് ആവശ്യാനുസരണം തമിഴ്നാടിന് നൽകാൻ സംവിധാനം വേണമെന്നതാണ് ഈ നിർദ്ദേശം. ഇപ്പോഴത്തെ ചർച്ച മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള ശ്രമമായി കാണണമെന്നാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിച്ച ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. അതായത് കേന്ദ്രം ഇടപെടണം, മുല്ലപ്പെരിയാർ ഡാം തർക്കം പരിഹരിക്കണമെന്ന നിർദ്ദേശവും മന്ത്രി മുന്നോട്ട് വെച്ചു.
ഒരുപക്ഷെ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ ഏറ്റവും അർഹനായ ജലമന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ 23 വർഷമായി ഇടുക്കിയെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികനായ റോഷിക്ക് ആ നാടിന്റെ ഹൃദയമെടുപ്പ് അറിയാനാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. മുൻകാലമൊന്നുമില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകണം. ഈ നിർദ്ദേശങ്ങൾ അധികൃതരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ന്യൂസ് 18 കേരളം മുല്ലപ്പെരിയാർ ലൈവത്തോൺ പൂർണ്ണമാകുന്നത്. ആശങ്കകൾ അറിയിച്ച ഞങ്ങളുടെ ഈ ഉദ്യമത്തിനൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം. ശരിയാണ് അപർണ, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയത്. അതുമാത്രമല്ല, അവർക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിലെ വിദഗ്ധരും ജനപ്രതിനിധികളും ഒക്കെ ന്യൂസ് 18 കേരളവുമായി സംസാരിച്ചത്. ഈ ഒരു ഉദ്യമം ഞങ്ങൾ ഇനിയും തുടരും. ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ പേടിപ്പെടുത്തുക എന്ന ഉദ്ദേശ്യം ന്യൂസ് 18 കേരളത്തിന്റെ ഈ ലൈവ് തോണിന് ഉണ്ടായിരുന്നില്ല. അക്കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ സമീപിച്ചതും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: കേരളം തമിഴ്നാട് ചർച്ചയ്ക്ക് ഇക്കാര്യത്തിൽ സാധ്യതയുണ്ടോ? ഉണ്ടെന്ന് 61% പ്രേക്ഷകരും അഭിപ്രായപ്പെടുകയാണ്. ഇല്ല എന്ന് 36% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.